ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ ക്യാമറ ആംഗിൾ ഒന്നും നോക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ രാവിലെ എണീറ്റ് മുഖം കഴുകി പല്ലിച്ച് വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ സംസാരിക്കാൻ വന്നിരിക്കുന്നത് 19 ഒരു കൊലപാതകം ഇപ്പോൾ നടന്നതിനെ പറ്റിയാണ്. അതിനെപ്പറ്റി വളരെ കാര്യമായ അഡ്രസ്സോ അല്ലെങ്കിൽ ഇപ്പോൾ സംബന്ധിച്ച് അങ്ങനെ വലിയ വലിയ ആധികാരികമായ കാര്യം അറിയത്തില്ലെങ്കിലും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യം പറഞ്ഞു. പക്ഷേ ഇതിലൊക്കെ വന്ന കമന്റ്, ഫസ്റ്റ് വരുന്ന കമന്റിലെ പ്രശ്നം, ഇപ്പൊ വിക്ടിമിനെയാണ് എല്ലാവരും ചൂഷണം ചെയ്യുന്നത്, അല്ലാതെ കൊന്ന ആളെ ഒന്നുമല്ല. 2K കിഡ്സ് ഇങ്ങനെയൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി, അങ്ങനെയാണ് പറയുന്നത്. ഒരു സത്യം പറയാം, പണ്ടൊക്കെ ഇതേപോലെയൊക്കെ നടന്നിട്ടുണ്ട്, ആയിരിക്കുമല്ല നടന്നിട്ടുണ്ട്. അതൊന്നും ന്യൂസിൽ വരാത്തത് അന്നൊന്നും ന്യൂസ് ചാനലുകൾ പെട്ടെന്ന് എത്തുന്ന ഒരു സാഹചര്യങ്ങളില്ല. പിന്നെ അന്നൊക്കെ മാനം, അഭിമാനം, നിഷ്കണ്ഠ, കുടുംബത്തിന്റെ ഗാംഭീര്യം ഒക്കെ നോക്കി ഇതൊന്നും പുറത്ത് പറയാറില്ല. പിന്നെ അന്നൊന്നും സോഷ്യൽ മീഡിയ ഇല്ല. ഇതൊക്കെ പറഞ്ഞാൽ അപമാനമാവും എന്നൊക്കെ പറയുന്നവരൊക്കെ ബുദ്ധിയില്ലാത്തവരെന്നാണ് പറയാം. ഇന്നത്തെ കാലത്ത് വന്നിട്ടുണ്ട്. ഞാൻ പറയാൻ വന്നത്, ഇപ്പോൾ ഉള്ള കുട്ടികളെ മിക്ക പീഡിപ്പിക്കുന്നതും അല്ലെങ്കിൽ റേപ്പ് ചെയ്യുന്നതൊക്കെ കൂടുതലും 40, 60, 50 വയസ്സുള്ളവരാണ്. എന്തായാലും 40, 50, 60 വയസ്സുള്ളവരൊന്നും എന്താ പറയാ 2K അല്ല. അപ്പം ഇവരൊന്നും ഈ 2K കിഡ്സ് വന്നിട്ട് 90s കിഡ്സ് ഇങ്ങനെയാണ് ഒരു ദുരന്തമായ ജനറേഷൻ അങ്ങനെയൊന്നും പറയാറില്ല. ഞാൻ കണ്ടിട്ടില്ല. കൂടുതലും പറയാറ് 1, 2 അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത ആൾക്കാരൊന്നും പറയുമായിരിക്കും. പക്ഷേ ഇതൊക്കെ ഓരോരുത്തരുടെ ജനറ്റിക്സും ക്യാരക്ടർ ബേസും ആണ്. വീട്ടുകാർ വളർത്തിയെന്ന് പറയണം, എന്താ പറയാ നന്നായിട്ട് വളർത്തുന്ന എത്ര പിള്ളേർ തന്നെയുണ്ട്. അങ്ങനെയൊന്നുമില്ല. അവരുടെ സ്വഭാവം അനുസരിച്ചിരിക്കും, സ്വന്തമായി സ്വഭാവം. പിന്നെ ഹോർമോൺസ് ആണ്. അങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്താണോ ചെയ്യുന്നത് നമുക്ക് തലയ്ക്കൊരു ബുദ്ധിയപ്പോഴാണ്. അല്ലാതെ 16 വയസ്സാകുമ്പോൾ തലച്ചോറിക്കുന്ന ആ അമ്മാതി പരിപാടിയൊന്നും ഓരോരുത്തർ നടക്കാറില്ല. ഞാൻ പറഞ്ഞു തന്നത് ഈ കാര്യങ്ങളൊക്കെ, ഇങ്ങനെ ഒരാളെ കൊല്ലുക, ഉപദ്രവിക്കാനുള്ളതൊക്കെ ജനറേഷൻ ബേസ്ഡ് അല്ല, അത് സ്വഭാവമാണ്, സ്വഭാവം, പേഴ്സണൽ ക്യാരക്ടറാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ എന്തിന് 2 മണിക്ക് പോയി. ഒന്ന്, ആ പുള്ളിക്കാരി, ആ ചേച്ചി ബാംഗ്ലൂരാണ് പഠിച്ചത്. അവിടെയൊക്കെ സ്വാഭാവികമാണ്. അവിടെ പുറത്തിറങ്ങി നടക്കുന്നതൊന്നും വലിയ ടാബുവായി കണ്ട് കണക്കാക്കാറില്ല. ഇവിടെ പുറത്തിറങ്ങിയത് വളരെ തെറ്റായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. ഇതൊക്കെ പറഞ്ഞ് വിചാരിക്കുമായിരിക്കും ഫെമിനിസ്റ്റ്. ഞാനൊരു ഫെമിനിസ്റ്റ് ആണ്, ഞാൻ ഹ്യൂമനിസ്റ്റ് ആണ്, എനിക്ക് അത് പറയുന്നതിന് ഒരു മടിയില്ല. പുറത്തിറങ്ങി നടന്നതാണ് പ്രശ്നം. ഇവിടെ ഉച്ചയ്ക്ക് ഇരുന്ന് വീട്ടിന്റെ ഫ്രണ്ട് ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്ന കൊച്ചിനെയാണ് കൊണ്ടുപോയി റേപ്പ് ചെയ്തതൊക്കെ. അതൊന്നും എന്താ പറയാ, അതൊന്നും ആ കൊച്ചിന്റെ തെറ്റാണ്. പറഞ്ഞാൽ ഉച്ചയ്ക്ക് വീട്ടിൽ കളിച്ചോണ്ടിരിക്കുന്ന അന്നത്തെ കാലത്ത് കളിക്കാറില്ലായിരുന്നു. ഇത് ബുദ്ധിയില്ലാത്ത കുറെ എണ്ണങ്ങളുണ്ട്. പെൺകൊച്ചി 2 മണിക്ക് പുറത്തിറങ്ങിയതാണ് പ്രശ്നം. ഈ കമന്റ് ഇടുന്നവരുടെയൊക്കെ വീട്ടില് 1000 പേര്, ഈ കമന്റ് ഇടുന്ന 1000 പേരിൽ ഒരു 900 പേരുടെ വീട്ടിലെ മക്കള് ഇവിടെയുള്ള മ്യൂസിയത്തും കൊച്ചിയുള്ള മറൈൻ ഡ്രൈവിലും ഒക്കെ ഉള്ളവരും ഉണ്ട്. അപ്പൊ ആദ്യം സ്വന്തം വീട്ടിലെ കാര്യം പോയി നോക്കണം, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. എന്നിട്ട് ബാക്കിയുള്ള വീട്ടിൽ അവരെ ചൂഷണം ചെയ്യാൻ. പിന്നെ ഈ ഓരോരുത്തരും കാണാൻ പോണൊക്കെ ചിലപ്പം നോർമലായിട്ട് സാധാരണ റിലേഷൻഷിപ്പിലായിട്ട് അല്ലാതെ അവർക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് വെറുതെ ഒരു ഇതിനൊക്കെ പോകുന്നവരുണ്ട്. അതൊന്നും പ്രശ്നമൊന്നും പറയുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ലവ് ഇസ് നോട്ട് എ ലെസ്റ്റ്. ലവ് എന്ന് പറഞ്ഞാൽ ലെസ്റ്റ് ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ അവള് അഴിഞ്ഞാടി നടന്നതിന്റെ ഇങ്ങനെയൊക്കെ വരുള്ളൂ. അതെന്ത് സംസാരമാണത്? നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കുകയാണോ ഇനി വരുന്ന കൊലപാതകൾക്ക്? കൊന്നോ മക്കളെ, നിങ്ങൾ കൊന്നോ? എന്താ പറയാ, നിന്റെ കൂടെ നടക്കുന്ന പെണ്ണ് വേറെ കൂടെ കൊന്നു. ചിലപ്പോൾ നിന്റെ മക്കളായിരിക്കും, ചിലപ്പോൾ ബന്ധുവിന്റെ മക്കളായിരിക്കും. അപ്പൊ നിങ്ങൾ പറയോ, അയ്യോ അവൾ അഴിഞ്ഞാടി നടന്നുണ്ടല്ലേ, ചത്തോ എന്ന് പറയും. ചിലപ്പോൾ അങ്ങനെ പറയുന്നവർ കാണും. മൃഗത്തിന്റെ മനസ്സ് വെച്ച് ജനിച്ച മൃഗം പറയാൻ പറ്റില്ല, ഈ രാക്ഷസന്റെ മനസ്സ് വെച്ച് ജനിച്ചവരില്ലേ, അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ സുഖമായി ചിന്തിക്കാൻ പറ്റും. പക്ഷേ മനുഷ്യ പറ്റല്ലെങ്കിൽ ഒരു അരിവുള്ള ഒരു മനസ്സുള്ള ആർക്കും അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. എന്താ പറയാ, ആ പെണ്ണിന് അങ്ങനെ തന്നെയാണോ, 2 മണിക്ക് ഇറങ്ങിയതില്ലേ, കരികാലം, ബോധമൊന്നുമില്ലേ? ഈ കമന്റ് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി കമന്റ് ചെയ്യുന്നവരാണ് സൂപ്പർ. എന്താ പറയാ, നമ്മുടെ എന്തായാലും 90s പറഞ്ഞില്ല, അപ്പൊ തിരിച്ചെന്തായാലും പറഞ്ഞാലോ, നമ്മുടെ ഈ കാലത്തൊന്നും വഴിയുടെ ഫ്രണ്ടിൽ കിടന്നവരെ തലക്കടിച്ച് കൊല്ലുക, ഭാര്യനെ കുത്തി പിടിച്ച് കൊല്ലുക, ഇമാതിരി പരിപാടിയൊന്നും അധികം പരിപാടികളുണ്ട്. അതൊക്കെ അതാ പറഞ്ഞ, അതൊക്കെ നിങ്ങളുടെ ജനറേഷൻ കൂടുതലും തലക്കടിച്ചൊന്നും കൊന്നൊന്നും ഇപ്പൊ ഒന്നുമില്ല. ഇന്ന് കമന്റ് ഇടുമ്പോൾ ആലോചിക്കണം, സ്വന്തം വീട്ടിൽ ഇങ്ങനെയൊക്കെ ഒരു ദിവസം അങ്ങനെ ഒന്നും പറ്റാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഒന്ന് നോക്കുക, നമ്മുടെ ചുറ്റിനും ഒന്ന് നോക്കുക. പറയത്തില്ലേ 2 മണിക്ക് അഴിച്ചു വിട്ട് അവരുടെ അച്ഛനും അമ്മയും തന്നെ പറയണം. 2 മണിക്ക് അവന്റെ അമ്മ അച്ഛനും പറഞ്ഞിട്ട് ആ ചെറുക്കന്റെ ആ പയ്യന്റെ നിങ്ങൾ അല്ലെങ്കിൽ പറയണം, അയ്യോ ആ പയ്യന്റെ ജീവിതം പോയാൽ അങ്ങനെ പറയണം. ഇത് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കില്ലേ? ഒരു സത്യം പറയട്ടെ, ആ പയ്യൻ അങ്ങനെ ആയതിനുള്ള തെറ്റ് അവന്റെ ഭാഗത്തില്ല. ഈ കമന്റ് ഇടുന്ന ഇതെല്ലാം സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ്, നിങ്ങളുടെ ഭാഗത്ത്. എന്ന് പറഞ്ഞാൽ കുറെ എണ്ണം വീഡിയോ ഉണ്ടാക്കി കൊണ്ടുവരും. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങളുടെ പങ്കാളി ചെയ്യുന്നത് ഇങ്ങനെയല്ലെങ്കിൽ അവൾ സത്യസന്ധയല്ല. ഓരോരുത്തരുടെ റിലേഷൻഷിപ്പ് വ്യത്യാസം വരത്തില്ലേ? അങ്ങനെ കുറെ പൊട്ടന്മാര്, അതും വിശ്വസിച്ചുകൊണ്ടാക്കാം വേറെ കുറെ പൊട്ടന്മാര്. നിങ്ങളൊക്കെ തന്നെയാണ് ഓരോ മനുഷ്യനെ ചീത്തയാക്കുന്നത്, അല്ലാതെ ആ മനുഷ്യൻ ജനിച്ചപ്പോഴേ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചീത്തയാക്കണമല്ല. നിങ്ങൾ കുറെ കമന്റ് ചെയ്യുന്ന ഫേക്ക് മാമന്മാര് അല്ലെങ്കിൽ ചേട്ടന്മാര് അല്ലെങ്കിൽ അതിന്റെ കൂടെ ഉള്ള പ്രായമുള്ളവർ ആരോ ആവട്ടെ, നിങ്ങളാണ് ചീത്തയാക്കുന്നത്. നമ്മളൊരു കാര്യം ഓർക്കുക, എപ്പോഴും നമ്മളെ പെൺകുട്ടികളെ ഓരോന്ന് ഫീഡ് ചെയ്ത് തരും. അങ്ങനെ ഡ്രസ് ഇടണം, ഇങ്ങനെ ചെയ്യണം, സ്നേഹം കൊണ്ടാണ് മക്കളെ, അങ്ങനെ ഒരു വാക്കും കൂടെ. സ്നേഹം കൊണ്ടല്ലേ പറയുന്ന ആൺമക്കളുടെ സ്നേഹമില്ലേ? ആരെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ അയ്യോ ആ പെണ്ണിന്റെ തെറ്റാണ് എന്റെ മോൻ ജയിലിൽ പോയത്, ആ ടൈപ്പ് ഓഫ് നോൺസെൻസ്. ഇപ്പൊ എന്റെ അടുത്ത് അമ്മ പറയാണ്, മക്കളെ നീ ഇപ്പൊ ഏത് സ്നേഹത്തിലായാലും ഏതാണെന്ന് വിളിച്ചാൽ പോവല്ലേ, അപ്പൊ തന്നെ അംഗീകരിക്കുന്നുണ്ടായിരിക്കും. നീ ഒരു പെൺകൊച്ചിനെ കൊണ്ടുപോകല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞു കൊടുക്കാൻ. അല്ലാതെ പെൺപിള്ളേരെ മാത്രം നീ അങ്ങനെ ചെയ്യില്ല, അതൊക്കെ ബുദ്ധിയില്ലാത്തവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരാളെ കൊല്ലാനുള്ള അവകാശം ഒരു നിയമ സംഹിതയിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, ആർക്കും ആരും കൊല്ലാനുള്ള അവകാശം കൊടുക്കരുത്. കൊടുത്തിട്ടില്ലായിരിക്കും, എനിക്കറിയത്തില്ല. ഞാൻ ലോ ഒന്നും പഠിക്കുന്നില്ല, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ അതിനകത്തൊക്കെ ആരെ കൊല്ലാനുള്ള അവകാശമൊന്നും ഇതുവരെയായിട്ട് എന്നെ പഠിപ്പിച്ചിട്ടില്ല. ആർക്ക് കൊല്ലേണ്ട ആവശ്യമില്ല. അവരെ പ്രസവിച്ച ആർക്ക് പോലും കൊല്ലാനുള്ള അവകാശമില്ല ഒരാളെ. നിങ്ങളൊക്കെയാണ് ഓരോ ക്രിമിനൽസിന് ഇങ്ങനെ ഓരോ പ്രചോദനങ്ങൾ നൽകി ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവരെ കൊല്ലാം. അവളുടെ ഒരു കംഫർട്ട് സോൺ ആയിരുന്നു അവൻ. അപ്പോഴത്തേക്കും എന്തോ ഇപ്പോഴുള്ള അമ്മമാര് അടിക്കുന്ന ഭർത്താക്കന്മാരോട് രാവിലെ ചായ മുറ്റത്ത് നിന്ന് മാറ്റി പിടിക്കണം അവരുടെ കൂടെ ഒരു അമ്മമാര് ജീവിക്കണേ. അപ്പൊ ഈ ടോക്സിക് റിലേഷൻഷിപ്പിനോട് പറഞ്ഞാൽ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമായി കഴിയുമ്പോൾ ലവ് ഇസ് ബ്ലൈൻഡ് എന്ന് പറയത്തില്ലേ, അതുപോലെ അവർക്ക് ഫീൽ ചെയ്യുന്നതാണ് അതൊക്കെ. അവർക്ക് അല്ലെങ്കിൽ അവർ നല്ലൊരു ഫ്രണ്ട് ആണെങ്കിൽ ചിലപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും ഇത് വേണ്ടെന്ന്. ചില അടുത്ത ഫ്രണ്ട്സ് പറഞ്ഞു കൊടുക്കും, എടി അങ്ങനെയാണ് എടി കെയറിങ്. അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ നമ്മൾ കണ്ടുപിടിക്കണം.
മനസ്സിലായോ? അല്ലാതെ അവൾക്കൊരു കംഫർട്ട് സോൺ ഉണ്ടായിരുന്നിരിക്കും അവന്റെ കൂടെ, ആ ഒരു ചേട്ടൻ ആരെങ്കിലും ആവട്ടെ ഉണ്ടായിരുന്നിരിക്കും. അപ്പൊ അതുകൊണ്ടായിരിക്കും പോയത്. അതൊരു ട്രസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആദ്യം അപ്പോൾ ഇനി ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പൊ തന്നെ 10 മിനിറ്റ് ആയി. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ ഇതിനെപ്പറ്റി സംസാരിക്കാൻ, എഡിറ്റ് ചെയ്ത് വരുമ്പോൾ കുറയ്ക്കാൻ എനിക്ക് ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ യൂട്യൂബിൽ ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.